ഈ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളിഡിന്റെ ഒരു പ്രത്യേക പ്രോപ്പർട്ടി ആയിട്ടുള്ള സൂപ്പർ കണ്ടക്ടിവിറ്റി ആണ്. അപ്പം സോളിഡിന് ഇത് എങ്ങനെ സൂപ്പർ കണ്ടക്ടിവിറ്റി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സോളിഡ് മെറ്റീരിയൽ എടുത്തു. നമ്മൾ സോളിഡ് മെറ്റീരിയൽ അറിയാം, സോളിഡ്സിന്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയായിരുന്നല്ലോ. മോളിക്യൂൾസ് എല്ലാം വളരെ ക്ലോസ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതിനകത്തുള്ള ഗ്യാപ്സ് വളരെ കുറവാണ്. അതുപോലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആ സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ വളരെ ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ സോളിഡ്സിന് ഒരുപാട് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മെറ്റാലിക് പ്രോപ്പർട്ടി, അതുപോലെ മാഗ്നറ്റിക് ആയിട്ടുള്ള റിയാക്ഷൻസ്, ടെമ്പറേച്ചറുമായിട്ടുള്ള അതിന്റെ റിയാക്ഷൻസ് ഒക്കെ വളരെ കൂടുതലാണ്. സോ ഇത് ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് ഒരു മെറ്റീരിയൽ എങ്ങനെയാണ് അവിടുത്തെ റിയാക്ഷൻ നടക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ഡൈ ഇലക്ട്രിക് പ്രോപ്പർട്ടീസ്, അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, പിന്നെ പീസോ ഇലക്ട്രിക് എഫക്ട്, ഫെറോ ഇലക്ട്രിസിറ്റി, അതുപോലെ ലാസ്റ്റ് വരുന്നതാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. അതായത് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള ടേം അവിടെ വരുന്നത്, അതായത് നമ്മൾ എടുക്കുന്ന ചില മെറ്റീരിയൽസ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴെ ആകുമ്പോഴത്തേനും അത് സീറോ റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം അത് തടസ്സം, ഒരു ഹിൻഡ്രൻസ് ആണ് അത് അവിടെ കാണിക്കുന്നത്. അപ്പൊ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അത് എത്രയാണെന്നുള്ളത് ഓരോ മെറ്റീരിയൽസിന് അനുസരിച്ചിരിക്കും. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ TC എന്ന് കൊടുക്കും. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിഞ്ഞിട്ട് അവിടെ അത് സീറോ റെസിസ്റ്റൻസ് ആണ്. അപ്പം അവിടെ യാതൊരുവിധ തടസ്സമില്ല. നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടുത്തെ ആ ഒരു സ്മൂത്ത് ആയിട്ട് അവിടെ ഒരു ഇലക്ട്രിക് ഫ്ലോ നടക്കും. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതെന്താണ്, അവിടെ യാതൊരു തടസ്സവും ഇല്ലാതെ ആ മാഗ്നറ്റിക് ആ ഒരു ഫ്ലോ അവിടെ നടക്കും. അപ്പൊ ആ ഒരു ടെമ്പറേച്ചറിന്റെ പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടി സഫിക്സ് C കൊടുക്കും, TC എന്നാണ് കൊടുക്കുന്നത്, നമ്മൾ താഴെ പറയുന്നുണ്ട്. സോ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിലാണ് ഈ ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റി വരുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് അവിടെ മാഗ്നറ്റൈസേഷൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച ഹോൾ എഫക്റ്റ്, പിന്നെ മാഗ്നെറ്റോ റെസിസ്റ്റൻസ്, പിന്നെ സ്പിൻട്രോണിക്സ്, സൈക്ലോട്രോൺ മോഷൻ ഒക്കെ വരുന്നത്. സോ നമുക്കപ്പം ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക്സ് നോക്കാം. അപ്പൊ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താന്ന് പറഞ്ഞു. സെർട്ടൈൻ മെറ്റീരിയൽസ്, എല്ലാ മെറ്റീരിയൽസ്, ചില മെറ്റീരിയൽസ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴേക്കാകുമ്പോഴത്തേനും, ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ദാറ്റ് സെർട്ടൈൻ മെറ്റീരിയൽ ഷോ സീറോ റെസിസ്റ്റൻസ്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴേക്ക് ആ മെറ്റീരിയൽസ് സീറോ റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഇലക്ട്രിക് ഫീൽഡ് ആണ് എക്സ്റ്റേണലി കൊടുക്കുന്നത്, ഓർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, അവിടുത്തെ യാതൊരു തടസ്സവും ഇല്ലാതെ നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്നതിനെ അത് വളരെ സ്മൂത്ത് ആയിട്ട് അവിടെ വർക്ക് നടക്കുന്നു. ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പം സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താന്ന് പറഞ്ഞു. സൂപ്പർ കണ്ടക്ടിവിറ്റി ഇസ് എ ഫിനോമിന ഒബ്സർവിംഗ് സർട്ടൈൻ മെറ്റീരിയൽസ്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എല്ലാ മെറ്റീരിയലും കാണിക്കുന്നില്ല, ചില പ്രത്യേക മെറ്റീരിയൽസ് മാത്രമേ ഈ ഒരു ഫിനോമിന കാണിക്കുന്നുള്ളൂ. സർട്ടൈൻ മെറ്റീരിയൽസ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്താണ്, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനാണ് നമ്മൾ ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഒരു ഫിക്സ്ഡ് വാല്യൂസ് അല്ല. നമ്മൾ പലതരം മെറ്റീരിയൽസ് എടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ പ്രത്യേകം പറഞ്ഞായിരുന്നു, നമ്മൾ ചില മെറ്റീരിയൽസ് എടുക്കുന്നുണ്ട്. അപ്പൊ അത് സോളിഡിൽ ഏതുവാകും. നമ്മൾ സോളിഡിലെ ഡിഫറെന്റ് ടൈപ്സ് പഠിച്ചായിരുന്നല്ലോ. കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, ബാൻഡ് എനർജി, ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ടൊക്കെ പഠിച്ചായിരുന്നല്ലോ. അപ്പൊ കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ അതെല്ലാം എന്താണ്, സോളിഡിന്റെ ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ്. അപ്പൊ ആ ചില മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക ഒരു താപനില എത്തുമ്പോഴത്തേനും ആ പ്രത്യേക താപനിലയാണ് നമ്മളെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് എത്തിക്കഴിയുമ്പോഴത്തേനും ബിലോ, പ്രത്യേകം ശ്രദ്ധിക്കുക, എബവ് അല്ല, ആ ഒരു പ്രത്യേക താപനിലയിൽ കുറവ് വരുമ്പോഴത്തേക്കാണ് എന്ത് കാണിക്കുന്നത്, സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആൻഡ് എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്സ്. അതായത് നമ്മൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മെറ്റീരിയൽ എടുത്തു, അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴെ ആകുമ്പോഴത്തേന് അത് എന്താണ് കാണിക്കുന്നത്, ഒരു സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. അതായത് നമുക്കറിയാം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുത്തിട്ട് എന്തുണ്ട്, ആ ഒരു മാഗ്നറ്റിക് ഫ്ലോ അനുസരിച്ച് ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവിടെ ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണെങ്കിൽ അവിടെ അതിന്റെ ഒരു ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഒക്കെ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ ഇത് എന്താണ്, ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട്
ആ ഒരു ടെമ്പറേച്ചറിന് ഇത്ര ശ്രദ്ധിച്ചാൽ മതി. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഒരു സോളിഡ്സിൽ ഒരുപാട് തരം മെറ്റീരിയൽസ് ഉണ്ട്, കണ്ടക്ടേഴ്സ് ഉണ്ട്, എല്ലാത്തിനെയും കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട്, പിന്നെ ഒന്നിനെയും കടത്തിവിടാതെ എല്ലാത്തിനെയും തടസ്സപ്പെടുന്ന ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ എന്താണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോളിഡ്സ് ആണ്. അപ്പം ചില പ്രത്യേക മെറ്റീരിയൽസ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴെ വരുമ്പോൾ അത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അവിടെ ഇല്ലാതാവുന്നുണ്ട്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഇല്ലാതാവുക എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നല്ല രീതിയിൽ എന്തുകൊണ്ട് ഇലക്ട്രിക്കൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് ഫസ്റ്റ് ഉള്ളത് എന്തായിരുന്നു, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ പറ്റി പഠിക്കാൻ വേണ്ടിയായിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ പ്രധാന പോയിന്റ്സ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് അതിന് സൂപ്പർ കണ്ടക്ടർ, അതിപ്പം നമ്മളിവിടെ ഇൻസുലേറ്റർ അല്ല, നമ്മളപ്പോ സോളിഡിന്റെ പല ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതിലെ കണ്ടക്ടർ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ആ കണ്ടക്ടേഴ്സിന് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയാൻ കാരണം എന്ന് നോക്കാം. സോ ഇതിന് സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആണ്. എപ്പോഴാണ് സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അത് കാണിക്കുന്നത്, ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. എപ്പോഴും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ മാത്രമാണ് ആ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് എന്ത് കാണിക്കത്തുള്ളൂ, സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കാണിക്കത്തുള്ളൂ. അപ്പൊ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് തടസ്സമാണ്. അപ്പം ആ ഒരു റെസിസ്റ്റൻസ് സീറോ ആവുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ യാതൊരു വിധത്തിൽ തടസ്സവും ഇല്ല. അവിടുത്തെ ഒരു കറന്റിന്റെ ഫ്ലോ, ഇലക്ട്രിക് കറന്റിന്റെ ഫ്ലോ എന്താണ്, നല്ല രീതിയിൽ അവിടെ നടക്കും. അതുപോലെ അപ്പം അവിടെ യാതൊരുവിധ തടസ്സവും ഇല്ല എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ യാതൊരുവിധ എനർജി ലോസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞായിരുന്നു, എനർജി ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹീറ്റിന്റെ രൂപത്തിൽ വരാം. നമ്മൾ കുറെ നേരം ചിലയിടത്തൊക്കെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഹീറ്റ് അനുഭവപ്പെടും. എന്തുകൊണ്ടാണ്, ആ ഒരു ഫ്ലോ അവിടുത്തെ ആ ഒരു എനർജി ഫ്ലോയിൽ ഉണ്ടാവുന്ന നഷ്ടമാണ്. അത് ആ ഹീറ്റ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ എനർജിനെ ലോസ് ആക്കുന്നതാണ്. അത് ഹീറ്റിന്റെ രൂപത്തിൽ വരാം. അപ്പൊ പല രീതിയിൽ അവിടുത്തെ എനർജി ലോസ് വരാം. പക്ഷെ അവിടുത്തെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് സീറോ ആണെങ്കിൽ അവിടെ യാതൊരു വിധത്തിലുള്ള എനർജി ലോസ് ഇല്ല. അവിടെ എപ്പോഴാണ് സീറോ റെസിസ്റ്റൻസ് പോകുന്നത്, ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രധാന പോയിന്റ്. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്, ചില മെറ്റീരിയൽസ് ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ ആകുമ്പോഴത്തേനും ആ മെറ്റീരിയൽ എന്ത് കാണിക്കുന്നു, സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കാണിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അവിടെ യാതൊരു വിധത്തിലുള്ള എനർജി ലോസോ യാതൊരു തടസ്സവും ഇല്ലാതെ അവിടുത്തെ ഇലക്ട്രിക് കറന്റിന്റെ ഫ്ലോ നടക്കുന്നു. പിന്നെ അതാണ് ഫസ്റ്റ് പോയിന്റ്, സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. എനിക്ക് എന്തോ മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മാറിപ്പോവാണ്. സോ ഞാൻ ഈ പോയിന്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. മീസ്നർ എഫക്റ്റ് നോക്കാം. അത് ഉദ്ദേശിക്കുന്നത് സൂപ്പർ കണ്ടക്ടേഴ്സ് എക്സ്പെൽ മാഗ്നറ്റിക് ഫീൽഡ്സ് ഫ്രം ദെയർ ഇന്റീരിയർ വെൻ കൂൾഡ് ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ഡെമോൺസ്ട്രേറ്റിംഗ് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ, നമ്മൾ ഓരോ മെറ്റീരിയലിനെ മാഗ്നറ്റിക് വെക്കുമ്പോഴത്തേനും അത് പല രീതിയിൽ, ചിലതൊക്കെ നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യുന്നു, ചിലതൊക്കെ അട്രാക്ട് ചെയ്യുന്നതിൽ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതപ്പോൾ ഇതെല്ലാം ആ ഒരു മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതെങ്ങനെയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന്. സോ മീസ്നർ എഫക്റ്റ് പറയുന്നത് ഒരു സൂപ്പർ കണ്ടക്ടേഴ്സ് എക്സ്പെൽ മാഗ്നറ്റിക് ഫീൽഡ്സ് ഫ്രം ദെയർ ഇന്റീരിയർ വെൻ കൂൾഡ് ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പൊ ഇതുകൊണ്ട് പറയുന്നത് എക്സ്പെൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വിടുവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴേന്ന്, അപ്പം ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ താഴേന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേന് അവിടുത്തെ ടെമ്പറേച്ചർ കുറയുവാണ്. അപ്പൊ ടെമ്പറേച്ചർ കുറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു ചൂടുള്ള ഒരു സാധനത്തിനെ കുറച്ചു നേരം പുറത്തേക്ക് വെച്ച് അപ്പൊ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അതിന്റെ ചൂട് കുറഞ്ഞത് തണുക്കൂലോ. അപ്പൊ ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ ആകുമ്പോഴത്തേനും ആ മെറ്റീരിയൽ എന്ത് ചെയ്യും, തണുക്കും. ഇതുണ്ടല്ലോ കോൾഡ് ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു, നമ്മൾ ആ എടുത്തു വെച്ച മെറ്റീരിയലിന്റെ അകത്ത് നിന്ന് മാഗ്നറ്റിക് ഫീൽഡ്സിനെ എക്സ്പെൽ ചെയ്യും, എന്ത് ചെയ്യും, പുറത്തേക്ക് വിടും. അതാണ് ശരിക്കും ആ ഒരു നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ പ്രധാന പോയിന്റിൽ വരുന്നത്. അപ്പൊ മെയ്സ്നർ എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് സൂപ്പർ കണ്ടക്ടേഴ്സ് ആ ഒരു അവസ്ഥയിൽ മാത്രമേ ഈ ഒരു മെയ്സ്നർ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അത് ശരിക്കും ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് അത് തമ്മിലുള്ള ഒരു മെറ്റീരിയൽ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ള ആ ഒരു റിയാക്ഷൻ നടക്കുന്നത്. റിയാക്ട് മീൻസ് അവിടെ എങ്ങനെയാണ് ആ ഒരു ഫ്ലോ നടക്കുന്നത്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. നമുക്കറിയാം എല്ലാ മെറ്റീരിയലും ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് വെച്ചിട്ടാണ് മേഡപ്പ് ഓഫ്. സോ അത് അവിടെ ഏത് രീതിയിലാണ് ഓരോ സ്ട്രെങ്ത് ഓഫ്
നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അവിടുത്തെ മൂവ്മെന്റ് നടക്കുന്നതിനനുസരിച്ചാണ് ഈ ഒരു മെയ്സ്നർ എഫക്റ്റ് പറയുന്നത്. സോ ഒരു മെറ്റീരിയൽ ശരിക്കും സൂപ്പർ കണ്ടക്ടിങ് അവസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ അത് അതിന്റെ അകത്തുള്ള എല്ലാ ഇലക്ട്രിക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെയും പുറത്തേക്ക് തള്ളിക്കളയുന്നുണ്ട്. അതാണ് ആ ഒരു എക്സ്പെൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ, അതിനെയാണ് നമ്മൾ മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു മെറ്റീരിയൽ അതെന്ത് മെറ്റീരിയൽ ആണ്, നമ്മൾ എടുക്കുന്ന ഒരു സോളിഡ് മെറ്റീരിയൽ ആണ്, അതൊരു കണ്ടക്ടർ ആണ്. കാരണം സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്, അതൊരു കണ്ടക്ടർ ആണ്. അപ്പൊ നമുക്ക് ചില മെറ്റീരിയൽ പേര് കേൾക്കുമ്പോൾ അറിയാലോ അത് കണ്ടക്ട് ചെയ്യുവാണോ അതോ അല്ലെങ്കിൽ അത് ഇൻസുലേറ്റർ ആണോ എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ അറിയാലോ. സോ അത്തരത്തിലുള്ള ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിങ് അവസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ അത് അതിന്റെ അകത്തുള്ള എല്ലാ ഇലക്ട്രിക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് തള്ളിക്കളയുന്നുണ്ട്. അതാണ് ഈ എക്സ്പെൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഒരു അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അവിടെ ഒന്നുമില്ല, അത് പുറത്തേക്ക് അത് എക്സ്പെൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അതിന്റെ അകത്ത് ഒരു ശൂന്യത വരുന്നുണ്ടല്ലോ. ആ ഒരു ശൂന്യമായ ഒരു സിറ്റുവേഷൻ, ഒരു എന്താ പറയുന്ന ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ നടക്കുന്ന ആ ഒരു പ്രക്രിയനെയാണ് നമ്മൾ ശരിക്കും മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതപ്പോ എങ്ങനെയാ നടക്കുന്നതെന്ന് നോക്കാം. ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് നമ്മൾ പറയുന്നുണ്ടല്ലോ ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്. സോ ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് താപനില കുറയുവാണ്, അവിടുത്തെ ടെമ്പറേച്ചർ കുറയുവാണ് ചെയ്യുന്നത്. സോ ആ ഒരു മെറ്റീരിയലിന്റെ താപനില, ആ താപനിലനെയാണ് ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഈ T⁻C കൊണ്ട് പറയുന്നത്. ഇത് കണ്ടല്ലോ, ഇത് വെച്ച് പറയുന്നത്. എന്ന നിലയിൽ ആ ഒരു ടെമ്പറേച്ചർ കുറഞ്ഞ് വരുമ്പോൾ അത് എന്തിലേക്ക് മാറുന്നുണ്ട്, ശരിക്കും ആ ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിങ് ആ ഒരു സ്റ്റേജിലേക്ക് മാറുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ മെറ്റീരിയൽ ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ആയി മാറിക്കൊണ്ടിരിക്കുവാണ്. ഒന്നുകൂടെ പറയാം, ഇത് സിമ്പിൾ ആണ്, ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. അതായത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ, ആ മെറ്റീരിയൽ എപ്പോഴാണ് സൂപ്പർ കണ്ടക്ടിങ് ആയിട്ട് മാറുന്നത്, അവിടുത്തെ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴാണ്. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ കുറച്ച്, അതായത് സൂപ്പർ കണ്ടക്ടിങ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന ആ ഒരു സ്റ്റേജിലേക്ക് അത് കുറച്ചെത്തുമ്പോഴത്തേനും ആ മെറ്റീരിയൽ എന്തായി മാറുന്നു, ആ മെറ്റീരിയൽ ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ആയി മാറുന്നു. അപ്പൊ ഇവിടെ ഏറ്റവും അതിനെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടർ എന്താണ്, ടെമ്പറേച്ചർ ആണ്. അപ്പൊ അത് ഓരോ മെറ്റീരിയലിന്റെയും ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണ്, ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിയുമ്പോഴാണ് ഇത് ശരിക്കും എന്താവുന്നത്, ഇങ്ങനെ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേജിലേക്ക് ഇത് മാറുന്നത്. പിന്നെ ഉള്ളതാണ് മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ എടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്. അപ്പൊ ആ സൂപ്പർ കണ്ടക്ടിങ് അവസ്ഥയിലേക്ക് അത് മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, ആ മെറ്റീരിയലിന്റെ ആകെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താവുന്നുണ്ട്, കുറഞ്ഞതുപോലെ ആവുന്നുണ്ട്. അത് കാരണം എന്ത് ചെയ്യണം, അത് പുറത്തേക്ക് ഇങ്ങനെ എക്സ്പെൽ ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. അതായത് ഒന്നുകൂടെ പറയാം, നമ്മൾ ആ സൂപ്പർ കണ്ടക്ടർ അവസ്ഥയിലേക്ക് അത് മാറുന്ന സമയത്ത് ആ മെറ്റീരിയലിന്റെ ആകെയുള്ള ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് കുറയുന്നത്, കാരണം ആ ഒരു ടെമ്പറേച്ചർ കുറച്ച് കഴിയുമ്പോൾ ആ മെറ്റീരിയലിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുവാണ്, പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുവാണ്. പിന്നെ അതിന്റെ അകത്ത് ഒന്നുമില്ല, അതിന്റെ അകത്ത് എന്താണ്, ഫുള്ള് ശൂന്യതയാണ്. പിന്നെ അതിന് ആ മെയ്സ്നർ എഫക്റ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് ഇൻഡ്യൂസ്ഡ് കറന്റ്. അപ്പൊ എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി, എന്താന്ന് നമ്മൾ പറഞ്ഞു. സൂപ്പർ കണ്ടക്ടർ, ഒരു മെറ്റീരിയൽ എപ്പോഴാണ് സൂപ്പർ കണ്ടക്ടർ ആവുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിനെ സ്വാധീനിക്കുന്ന 3 ഫാക്ടേഴ്സ് പറഞ്ഞു. ഒന്നെന്തായിരുന്നു, ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ. ടെമ്പറേച്ചർ ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനാണല്ലോ. അപ്പോൾ നമ്മൾ ആ ടെമ്പറേച്ചറിനെ കുറച്ച് ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ എത്തുമ്പോൾ ആ മെറ്റീരിയൽ എന്താണ്, ഓട്ടോമാറ്റിക്കലി അതൊരു സൂപ്പർ കണ്ടക്ടറായി മാറുവാണ്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്തുള്ള മെറ്റീരിയൽസ് എല്ലാം എക്സ്പെൽ ചെയ്തിട്ട് അത് എക്സ്പെൽ ചെയ്യുന്നു. അപ്പൊ ആ എക്സ്പെൽ ചെയ്യുന്ന എല്ലാം ആ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ്. പിന്നെ ഉള്ള പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഫാക്ടറാണ് ഇൻഡ്യൂസ്ഡ് കറന്റ്. ഓക്കെ,
അപ്പം സൂപ്പർ കണ്ടക്ടറിൽ ഇൻഡ്യൂസ്ഡ് കറന്റുകൾ രൂപപ്പെടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. നമ്മളൊരു മെറ്റീരിയൽ എടുക്കുന്നു, അതിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അതിൽ അലൈൻ ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആയ ആറ്റംസ് അല്ലെ അയോൺസ് അല്ലെ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നുണ്ട്. അതിനായിരുന്നല്ലോ നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അത് പോളറൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, മാഗ്നറ്റിക് മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സെയിം ഫാക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു മൂവ്മെന്റ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇത് അതിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ആണ് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇത് സെൽഫ് ആയിട്ട് ഇതിന്റെ അകത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് സ്വയമേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രക്രിയ പോളറൈസേഷനും മാഗ്നറ്റിക് മൊമെന്റ് ഒക്കെ നടക്കുമ്പോഴത്തേനും അതിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ്, ഇവിടെ ഇപ്പൊ ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ് സൂപ്പർ കണ്ടക്ടിവിറ്റി വരുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലൊക്കെ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് മൊമെന്റ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് കറണ്ട് ഒക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താന്ന് പറഞ്ഞു, ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ എന്താന്ന് പറഞ്ഞു, എപ്പോഴാണ് ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടർ ആവുന്നതെന്ന് പറഞ്ഞു, പിന്നെ മെയ്സ്നർ എഫക്റ്റ് ജസ്റ്റ് ഷോർട്ട് ആയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഈ മെയ്സ്നർ എഫക്റ്റ് എങ്ങനെ നടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു, ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഒന്ന് ടെമ്പറേച്ചർ കുറച്ച് ആ ഒരു ക്രിറ്റിക്കൽ ടെമ്പറേച്ചറിലും താഴെ എത്തുമ്പോൾ, പിന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അനുസരിച്ച്, പിന്നെ അതിൽ സ്വയമേ ഉണ്ടാകുന്ന ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടല്ലോ. അപ്പം ഈ സൂപ്പർ കണ്ടക്ടറിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ആ സൂപ്പർ കണ്ടക്ടറിൽ ഒരു ഇൻഡ്യൂസിങ് കറണ്ട് ഉണ്ടാവുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, അതാണ് മാഗ്നറ്റിക് ഫീൽഡിനെ പുറത്തേക്ക് തള്ളുന്നത്. ഈ എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നടക്കുന്നത് എന്തുകൊണ്ടാണ്, ആ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് അവിടെ ക്രിയേറ്റ് ആവുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതാണ് ശരിക്കും നമ്മൾ ഇനി ഈ വോൾ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നമ്മൾ ഈ ഫാക്ടേഴ്സ് പറഞ്ഞല്ലോ, ക്രിട്ടിക്കൽ പാരാമീറ്റേഴ്സ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമ്മളിപ്പോ എന്താന്ന് പറഞ്ഞായിരുന്നല്ലോ, ടെമ്പറേച്ചർ ബിലോ വിച്ച് ദ മെറ്റീരിയൽ ബിക്കം സൂപ്പർ കണ്ടക്ടിങ്. അത് ഈ ഒരു ടൈം പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അത് ഓർക്കുക. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ല, അത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിന് അനുസരിച്ചിരിക്കും. അപ്പൊ ഓരോ മെറ്റീരിയലും ചൂടാവാൻ നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ ചിലത് എന്ത് ചെയ്യും, പെട്ടെന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് അതിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. ചില എന്ത് ചെയ്യും, കുറച്ച് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അത് നമ്മളിപ്പോ ഇപ്പം നമ്മൾ കുക്കിങ്ങിനാണല്ലോ ഓരോ വെസൽസ് എടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് ചൂടാവുന്നതുകൊണ്ട്, പിന്നെ കുറച്ച് സമയം എടുത്ത് ചൂടായിട്ട് കുറെ നേരത്തിന് ആ ഒരു ചൂടിനെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. മൺചട്ടിയൊക്കെ അങ്ങനെയല്ലേ, ചൂടാവാൻ വേണ്ടി കുറെ നേരം എടുക്കും. പക്ഷെ നമ്മളത് വാങ്ങി വെച്ച് കഴിഞ്ഞാലും അതിന്റെ ഹീറ്റ് കുറെ നേരം കൂടെ നിൽക്കും. പക്ഷെ നമ്മൾ അതിന്റെ പകരം ഒരു സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ഒരു അലൂമിനിയം നോൺ സ്റ്റിക്കോ ഒക്കെ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഹീറ്റ് ആവും. അപ്പൊ അതെല്ലാം എന്താണ്, ഓരോ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ല, അത് നമ്മൾ എടുക്കുന്ന സർട്ടൈൻ മെറ്റീരിയൽസ് ആദ്യമേ പറഞ്ഞു. അപ്പൊ ആ ഓരോ മെറ്റീരിയലിനും അനുസരിച്ചിരിക്കും അവിടുത്തെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പൊ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് ഒരിക്കലും എബവ് അല്ല, ബിലോ ആണ്. കാരണം അത് കൂൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മെറ്റീരിയൽ എടുക്കുവാണെങ്കിൽ അത് അതിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞ് അതിലും താഴേക്ക് വരുമ്പോഴാണ് ആ മെറ്റീരിയൽ എന്താവുന്നത്, ദ മെറ്റീരിയൽ ബിക്കംസ് സൂപ്പർ കണ്ടക്ടിങ്. ആ മെറ്റീരിയൽ ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ആയിട്ട് മാറുന്നത്. അതാണ് അവിടുത്തെ ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് ആ ഒരു ടേമിന്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. നെക്സ്റ്റ് ആണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ എന്താണ്, ദ മാക്സിമം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ബിഫോർ ദ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ഈസ് ഡിസ്ട്രോയിഡ്. അപ്പൊ ഇത് നമ്മള് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ആ എക്സ്റ്റേണലി നമ്മൾ ആ ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അവിടെ വലിയൊരു ഇമ്പോർട്ടൻസ് അതിനുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു സ്ട്രെങ്ത് അനുസരിച്ചാണ് ശരിക്കും അവിടുത്തെ ആ ഒരു സൂപ്പർ കണ്ടക്ടിങ്, ആ ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിങ് ആവുന്നതും, പിന്നെ അതുപോലെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ എല്ലാം വരുന്നത് ആ ഒരു ടെമ്പറേച്ചർ, നമ്മൾ എടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തും ഒക്കെയാണ്. പിന്നെ വരുന്ന ക്രിട്ടിക്കൽ കറണ്ട്, അതിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറഞ്ഞായിരുന്നല്ലോ. ദ മാക്സിമം കറണ്ട് ദ സൂപ്പർ കണ്ടക്ടർ ക്യാൻ ക്യാരി വിത്തൗട്ട് ലോസിങ് സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പൊ ആ ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റി ആ ഒരു സ്റ്റേജിനെ ഡെസ്ട്രോയ് ചെയ്യാതെ, അതായത് മാക്സിമം കറണ്ട്, അപ്പൊ ഇൻഡ്യൂസ്ഡ് കറണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ആ ഒരു സ്റ്റേജ് കളയാതെ മാക്സിമം കറണ്ടിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രത്യേക തരത്തിലുള്ള കറണ്ടിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കറണ്ട് എന്ന് പറയുന്നത്. സോ ഈ 3 പോയിന്റ്സ് ആണ് ശരിക്കും സൂപ്പർ കണ്ടക്ടിവിറ്റി നമ്മൾ പറയുമ്പോഴത്തേനും യൂസ് ചെയ്യുന്ന
പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്, ക്രിട്ടിക്കൽ കറണ്ട്. ഇത് തന്നെയാണ് നമ്മൾ മുമ്പേയും പറഞ്ഞത്. പറഞ്ഞായിരുന്നില്ല, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താന്ന് പറഞ്ഞു, നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്, അതുപോലെ ഇൻഡ്യൂസ്ഡ് ചെയ്യുന്ന ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട്. അപ്പൊ ആ കറണ്ട് കാരണമാണ് ശരിക്കും ഈ നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ എക്സ്പെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് നോക്കാം. ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ് മാഗ്നറ്റിക് MRI. നമ്മൾ MRI സ്കാന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ. MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, അതായത് നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് അതൊക്കെ എന്താണ്, സൂപ്പർ കണ്ടക്ടീവ് മാഗ്നറ്റ്സ് പ്രൊവൈഡ് സ്ട്രോങ് സ്റ്റേബിൾ. എവിടേക്കാണ് ഈ നമ്മൾ സൂപ്പർ കണ്ടക്ടീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. സോ സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റ്സ് പ്രൊവൈഡ്, ഇവിടെ നമ്മൾ മാഗ്നറ്റ് ആട്ടോ, മാഗ്നറ്റിക് MRIയുടെ ഫുൾ ഫോം വരുന്ന മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് ആണല്ലോ. സോ നമ്മൾ സൂപ്പർ കണ്ടക്ടീവ് മെറ്റീരിയൽ എടുക്കുമ്പോൾ അതിൽ എന്തുണ്ട്, അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള മാഗ്നറ്റ്സ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മാഗ്നറ്റ്സ് ആണ് നമ്മൾ MRIയിൽ യൂസ് ചെയ്യുന്നത്. സൂപ്പർ കണ്ടക്ടീവ് മാഗ്നറ്റ്സ് അതെന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കാരണം അത് സ്ട്രോങ് ആണ്, സ്റ്റേബിൾ മാഗ്നറ്റിക് ഫീൽഡ്സ് ആണ്. അതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ്സ് എന്താണ്, സ്റ്റേബിൾ ആണ്. അതിനകത്തുള്ള അലൈൻമെന്റ്സ്, ക്രിസ്റ്റൽ ലാറ്റിസ്, നമ്മൾ ബേസിസ് യൂണിറ്റ്സ് എല്ലാം പഠിച്ചായിരുന്നല്ലോ. അതിനകത്തുള്ള ആറ്റംസ് മോളിക്യൂൾസിന്റെ എല്ലാം അറേഞ്ച്മെന്റ്, അതൊക്കെ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാതെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡും, അതുപോലെ തന്നെ അതൊരു പവർഫുൾ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണ് സൂപ്പർ കണ്ടക്ടീവ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എവിടെ യൂസ് ചെയ്യുന്നുണ്ട്, MRIയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ്. അപ്പൊ നമ്മൾ ഈ ആപ്ലിക്കേഷൻസിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ഈ MRI, പിന്നെ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ്. ആക്സിലറേറ്റേഴ്സ് മീൻസ് എന്താണ്, നമ്മൾ ആ റേറ്റ് ഓഫ് സ്പീഡ് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സൂപ്പർ കണ്ടക്ടീവ് മാഗ്നറ്റ്സ് ഗെറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് അറ്റ് ഹൈ സ്പീഡ്. ആക്സിലറേറ്റർ എന്ന് കേൾക്കുമ്പോൾ അറിയാലോ, അത് സ്പീഡിന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. പിന്നെ പവർ ട്രാൻസ്മിഷൻ. അപ്പൊ നമ്മൾ സൂപ്പർ കണ്ടക്ടറിന്റെ മെയിൻ പ്രോപ്പർട്ടി എന്തായിരുന്നു, അത് ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണ്, സീറോ റെസിസ്റ്റൻസ് ആയിരുന്നു. അപ്പൊ സീറോ റെസിസ്റ്റൻസ് കൊണ്ട് എന്തായിരുന്നു ഉദ്ദേശിക്കുന്നത്, അവിടെ യാതൊരു വിധത്തിലുള്ള എനർജി ലോസും ഇല്ല. പിന്നെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്, അതായത് ഇപ്പം മൈന്യൂട്ട് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ മാഗ്ലെവ് ട്രെയിൻസ്, അതെന്താണ്, ഇപ്പം പുതിയ രീതിയിലുള്ള ട്രെയിൻസ് ഇറങ്ങുന്നുണ്ടല്ലോ മാഗ്നറ്റ് കൊണ്ട് ഉള്ളത്. അത് ഒരു അട്രാക്ഷൻ വെച്ചിട്ട് പോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ആപ്ലിക്കേഷൻസിൽ മെയിൻലി വരുന്നത്. പിന്നെ ഒരുപാടുണ്ട്, നമുക്ക് ഇപ്പം പ്രധാനമായിട്ടും ഇതൊക്കെയാണ്. സോ ഇതിലെ ഈ പറഞ്ഞതല്ലാതെ വേറെ ഏതെങ്കിലും തന്നിട്ട് ഇതിൽ ഏതാണ് സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ആപ്ലിക്കേഷൻ അല്ലാതെ വരുന്നത് എന്നൊക്കെ ചോദിക്കാം. സോ ഈ ആപ്ലിക്കേഷൻസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. MRI, പിന്നെ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ്, നമ്മൾ എടുക്കുന്ന ഒരു പാർട്ടിക്കിളിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി എല്ലാം മെയിൻലി മാഗ്നറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ പവർ ട്രാൻസ്മിഷൻ, അത് നമ്മൾ പറഞ്ഞ സീറോ റെസിസ്റ്റൻസ് ആകുമ്പോഴത്തേനും അവിടെ എനർജി ലോസ് ഏത് രീതി വേണേ വരാം. മെയിൻലി ചാർജ് ഫ്ലോ നടക്കുമ്പോൾ, അതായത് ഹീറ്റ് ഫ്ലോ, ഇലക്ട്രിക് ഫ്ലോ നടക്കുമ്പോഴത്തേനും അവിടെ ഹീറ്റിന്റെ രീതിയിലാണ് എനർജി ലോസ് ആവുന്നത്. പിന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, പിന്നെ മാഗ്ലെവ് ട്രെയിൻസ്. ഇതാണ് മെയിൻലി ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പം ഇത് കൂടാതെ ഉണ്ട്, പക്ഷെ പ്രധാനമായിട്ട് ഈ ഒരു മേഖലയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇതില് നമ്മുടെ ഈ സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ മെയിൻലി വരുന്ന കുറച്ച് തിയറീസ് ആണ്. ഈ BCS തിയറി ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് താഴെ പഠിക്കും. ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ്. BCS തിയറി, അത് 3 സയന്റിസ്റ്റുമാരുടെ പേരാണ് BCS വരുന്നത്. ഓക്കെ, BCS തിയറി. സൂപ്പർ കണ്ടക്ടിവിറ്റി അറൈസസ് ഫ്രം ഇലക്ട്രോൺ പെയറിങ്. അപ്പൊ ഈ കൂപ്പർ പെയറിംഗ് എന്നുള്ളൊരു ടേം ഉണ്ട്, അതെന്താന്ന് പറയാം. മീഡിയേറ്റഡ് ബൈ ഫോണോൺസ്. അപ്പൊ ഫോണോൺസും എന്താന്ന് പറയാം, ഇലക്ട്രോൺ ഫോണോൺ ഇന്ററാക്ഷൻ. ഈ ഇലക്ട്രോൺ ഫോണോൺ ഇന്ററാക്ഷൻ ആണ് ശരിക്കും ഈ കൂപ്പർ പെയർസ് ഉണ്ടാവാൻ വേണ്ടി കാരണം. അപ്പൊ നമ്മൾ കൂപ്പർ പെയർ എന്താന്ന് പറയാം. കൂപ്പർ പെയർസ് എന്നുള്ളത് സൂപ്പർ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻലി എടുത്തൊരു ടേം ആണ് കൂപ്പർ പെയർ എന്നുള്ളത്. അപ്പൊ ഈ BCS തിയറിയുടെ ഫുൾ ഫോം ബാർഡീൻ, കൂപ്പർ, ഷ്രീഫർ. ഇത് 3 സയന്റിസ്റ്റുമാരുടെ പേരാട്ടോ. ബാർഡീൻ, B ഫോർ ബാർഡീൻ, C കൂപ്പർ, ഷ്രീഫർ, CS ഫോർ ഷ്രീഫർ. ഈ തിയറിയിൽ നിന്നാണ് ശരിക്കും ഈ ഒരു ഇലക്ട്രോൺ പെയർ, ആ ഇലക്ട്രോൺ പെയറിങ്, അത് ഈ ഇലക്ട്രോൺ പെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇലക്ട്രോൺ പെയർ ചെയ്യുന്നത് ഫോണോൺ ആയിട്ടാണ്. അപ്പൊ ആ ഇലക്ട്രോൺ ഫോണോൺ ഇന്ററാക്ഷനെയാണ് നമ്മൾ ശരിക്കും 2 എണ്ണം വരുന്നുണ്ട്, നമ്മൾ കൂപ്പർ പെയർസ് അതിനെ പറയുന്നത്. അപ്പം ആ കൂപ്പർ പെയർസ് ശരിക്കും
ഈ ഒരു BCS തിയറിയിൽ നിന്നാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറയാൻ കാരണം നമ്മൾ 2 ഇലക്ട്രോൺസ് എടുക്കുകയാണ്. നമ്മളറിയാം നമ്മൾ എടുക്കുന്ന എല്ലാ മെറ്റീരിയൽസിലും എന്തുണ്ട്, ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആറ്റം ഉണ്ട്. ആറ്റത്തിനകത്ത് എന്തുണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. പിന്നെ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ക്വാണ്ടം ലെവലിലേക്ക് ശരിക്കും ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിനയാണ് ഇത്. ശരിക്കും ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിനയാണ്. ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിന കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ശരിക്കും അതിന്റെ ഏറ്റവും ലോവർ സ്റ്റേറ്റ് ആയിട്ടുള്ള ആറ്റം അല്ലെ ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് ആ ഒരു ലെവലിലേക്ക് അതിന്റെ സ്റ്റഡി പോകുമ്പോഴാണ്, ഏറ്റവും മൈന്യൂട്ട് സ്റ്റേറ്റ് ലെവലിൽ എത്തി നമ്മൾ അതിന്റെ സ്റ്റഡി നടത്തുമ്പോഴാണ് ശരിക്കും അതൊരു ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിന എന്നൊക്കെ നമ്മൾ പറയുന്നത്. സോ നമ്മൾ ഇതിൽ എടുക്കുമ്പോഴത്തേന് 2 ഇലക്ട്രോണുകൾ എന്താണ്, ഓപ്പോസിറ്റ്, ഇതിൽ വരുന്ന ഇലക്ട്രോൺസ് എന്താണ്, ഓപ്പോസിറ്റ് മൊമെന്റം ആൻഡ് സ്പിൻ ആണ്. അതായത് നേരത്തെ വരച്ച് തന്നിട്ടുണ്ട്, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് മൊമെന്റം അല്ലെങ്കിൽ സ്പിന്നിലാണ് ശരിക്കും അത് വരുന്നത്, അതിനകത്ത് തമ്മിലുള്ള ഇലക്ട്രോൺസ് വരുന്നത്. സോ അത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് തമ്മിൽ പരസ്പരം പ്രവർത്തിക്കുന്നുണ്ട്. അത് തമ്മിൽ ആ ഓപ്പോസിറ്റ് മൊമെന്റം അല്ലെങ്കിൽ സ്പിന്ന് തമ്മിലുള്ള റിയാക്ഷൻ, ആ റിയാക്ഷന്റെ ഫലമായിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേജിലേക്ക് അത് വരുന്നുണ്ട്. അതായത് ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറയാം, ഈ ഇലക്ട്രോണുകൾ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ, നമുക്കറിയാം സെയിം ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. അപ്പൊ സാധാരണ ഇലക്ട്രോണുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, കാരണം ഇലക്ട്രോൺസിന് നമുക്കറിയാം ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്. സിമിലർ ചാർജ് ആയതുകൊണ്ട് അത് എന്ത് സംഭവിക്കുന്നുണ്ട്, റിപ്പൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ സൂപ്പർ കണ്ടക്ടർ ആ ഒരു സ്റ്റേജില്, നമ്മളിപ്പോ സൂപ്പർ കണ്ടക്ടിവിറ്റി ആണല്ലോ പറയുന്നത്. അപ്പൊ സൂപ്പർ കണ്ടക്ടീവ് സ്റ്റേജില് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് പഠിച്ചായിരുന്നല്ലോ. ക്രിസ്റ്റൽ ലാറ്റിസ് നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിനകത്തുള്ള ആറ്റംസ് അല്ലെ മോളിക്യൂൾസിനെ നമ്മൾ XYZ ആ 3D ലെവലിൽ പറയുന്നതിനായി നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് കൊണ്ട് പറയുന്നത്. അല്ലെ ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ ഫോണോണുകൾ കാരണം ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അട്രാക്ഷൻ നടക്കുന്നുണ്ട്. ശരിക്കും ഇവിടുത്തെ ഇലക്ട്രോൺസ് സെയിം ചാർജ്, സിമിലർ ചാർജസ് ആയതുകൊണ്ട് റിപ്പൽഷൻ ആണ് അവിടെ നടക്കേണ്ടത്. പക്ഷെ ഇതൊരു സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേജിലേക്ക്, അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ എത്തുമ്പോഴത്തേനും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൂപ്പർ കണ്ടക്ടർ സ്റ്റേജിൽ എത്തുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്രിസ്റ്റൽ ലാറ്റിസിലെ ഫോണോൺസ് ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ആറ്റംസ് ഒക്കെ പറയുന്ന പോലെ ഇവിടെ എന്തുണ്ട്, ഫോണോൺസ് ഉണ്ടായിരുന്നു. ഈ ഫോണോൺസ് ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള ഈ ഒരു ഫോണോൺസ് കാരണം അവിടെയുള്ള ഇലക്ട്രോൺസ് തമ്മിൽ എന്ത് സംഭവിക്കുന്നുണ്ടോ, ഒരു അട്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അട്രാക്ഷൻ നടക്കുമ്പോഴാണ് ശരിക്കും ഒരു കൂപ്പർ പെയേഴ്സ് അവിടെ രൂപം കൊള്ളുന്നത്. അപ്പൊ ഈ ഇലക്ട്രോണുകള് ഇതിന്റെ സ്പിൻ അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഞാൻ നേരത്തെ വരച്ച് കാണിച്ചിട്ടുണ്ട്, ഹാഫ് സ്പിൻ, ഇലക്ട്രോൺ ഹാഫ് സ്പിൻ ആണല്ലോ, ഒരു ഹാഫ് മുകളിലേക്കും ഒരു ഹാഫ് താഴേക്കും, അതായത് സ്പിൻ അപ്പ് ആൻഡ് സ്പിൻ ഡൗൺ എന്ന് പറയാം. അപ്പം ഇതിങ്ങനെ എന്താണ്, പെയർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയും, കോണ്ടൻസേറ്റ് എന്ന ഒരു പേര് കൂടെ പറയാം. ആ ഒരു നിലയില് അത് ഒരു പ്രത്യേക ഒരു കുറഞ്ഞ എനർജി അവസ്ഥയിലേക്ക് മാറുന്നു. അതായത് ഒന്നുകൂടെ പറയാം, നമ്മൾക്കറിയാം ഇലക്ട്രോൺസിന് എന്താണ്, നെഗറ്റീവ് ചാർജസ് ആണ്. അപ്പൊ രണ്ട് ഇലക്ട്രോൺസ് തമ്മിൽ അടുത്ത് വരുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് സിമിലർ ചാർജസ്, നെഗറ്റീവ് ചാർജസ് ആയതുകൊണ്ട് അത് റിപ്പൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ പഠിക്കുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റി ആണ്, അല്ലെ സൂപ്പർ കണ്ടക്ടേഴ്സിനെ പറ്റിയാണ്. അപ്പൊ അതിന്റെ എന്താണ്, ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ എത്തുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ആണല്ലോ പഠിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ എടുക്കുന്ന സോളിഡ് മെറ്റീരിയലിനകത്തുള്ള ആറ്റംസിന്റെ എല്ലാം 3D ഡയമെൻഷൻ വെച്ചിട്ട് XYZ അല്ലെങ്കിൽ നമ്മൾ HKL ഒക്കെ വെച്ച് പഠിച്ചായിരുന്നല്ലോ, അതിന്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടി. ആ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള ഫോണോൺസ്, നമ്മൾ പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഒക്കെ പറയുന്ന പോലെ ആ ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള ഫോണോൺസ് കാരണം അവിടെ റിപ്പൽഷൻ നടക്കുന്നതിന്റെ പകരം അവിടെ എന്ത് നടക്കുന്നുണ്ട്, അവിടെ അട്രാക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ അട്രാക്ഷൻ നടക്കാനുള്ള കാരണം എന്താണ്, നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്, അവിടെ വരുന്നതല്ല സൂപ്പർ കണ്ടക്ടീവ് മെറ്റീരിയൽസ് ആണ്. അങ്ങനെയാണ് ആ ഒരു അട്രാക്ഷൻ നടക്കുമ്പോഴാണ് ശരിക്കും അവിടെ ആ കൂപ്പർ പെയേഴ്സ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അവിടുത്തെ സ്പിൻ എങ്ങനെയാണ്, അപ്പ് ആൻഡ് ഡൗൺ ആണ്. പിന്നെ അവിടെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഇത് എക്സ്പെൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു, അവിടുത്തെ ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് കറണ്ട് കാരണം മാഗ്നറ്റിക് ഫീൽഡ്സ് എല്ലാം പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. സോ അവിടുത്തെ അത് ഇല്ലാതാക്കിയാൽ മാത്രമേ, അവിടെയുള്ള ഇൻഡ്യൂസ്ഡ്
കറണ്ടിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടുത്തെ ഒരു മാഗ്നറ്റിക് എക്സ്പെൽ ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ കാണത്തുള്ളൂ. സോ അവിടുത്തെ ആ കൂപ്പർ പേഴ്സ് ധാരാളം ഇങ്ങനെ പരസ്പരം ചേർന്നിട്ട് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ കൊഹിറന്റ് സിറ്റുവേഷൻ, ആ ഒരു സ്റ്റേജ് അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അതായത് നമ്മൾ വെറും 2 ഇലക്ട്രോൺസിനെ മാത്രമേ എടുത്തുള്ളൂ. ആ 2 ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്യുന്നതിന്റെ പകരം അട്രാക്ട് ചെയ്തിട്ട് എന്തായി മാറുന്നുണ്ടായിരുന്നു, കൂപ്പർ പേഴ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം ഒരു മെറ്റീരിയലിൽ ഒരുപാട് ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് ഉണ്ട്. അപ്പൊ ഈ അപ്പം ആറ്റത്തിലെല്ലാം എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഈ ഇലക്ട്രോൺസ് എല്ലാം തമ്മിൽ ഈ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നത് കൊണ്ട് ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം അതെല്ലാം അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം അട്രാക്ട് ചെയ്ത് അവസാനം ഒരു ക്വാണ്ടം മെക്കാനിക്കൽ കൊഹിറന്റ് സ്റ്റേജിലേക്ക് അത് എത്തുന്നുണ്ട്. അപ്പം ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇത് ആ ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാൻ ഒന്നുകൂടെ പറയാം, സിമ്പിൾ ആയിട്ട് പറയാം. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് ആണ്. സൂപ്പർ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് എന്താണ്, അതൊരു പ്രത്യേകതരം മെറ്റീരിയൽസ് ആണ്. ആ മെറ്റീരിയൽസിന്റെ പ്രത്യേകത എന്താണ്, അതൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അപ്പൊ നമ്മൾ അതിനെ ചൂടാക്കും. അപ്പൊ നമ്മൾ തണുത്തിരിക്കുമ്പോൾ അത് എന്താണ്, ചിലപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. നമ്മൾ അതിനെ ചൂടായി ബോയിലിംഗ് സ്റ്റേജ് ഒക്കെ എത്തുമ്പോഴത്തേന് എന്താണ്, അത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, നമുക്കറിയാം. പക്ഷെ ഇതൊരു പർട്ടിക്കുലർ, ചിലപ്പോൾ അത് 50 ആവാം, അല്ലെങ്കിൽ അത് 70 ആവാം. ചിലതൊക്കെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേനും ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ അതാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പൊ ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേനും അതെന്ത് കാണിക്കുന്നുണ്ട്, 0 ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. 0 ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അവിടെ യാതൊരുവിധ തടസ്സവും ഇല്ല. നമ്മൾ അവിടെ ഇലക്ട്രിസിറ്റി ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടുത്തെ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി എന്താണ്, വളരെ നന്നായിട്ട് നടക്കും. അപ്പൊ അങ്ങനെ സ്മൂത്ത് ആയിട്ട് അവിടുത്തെ ആ ഒരു ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോഴത്തേനും അവിടെ യാതൊരുവിധ തടസ്സവും വരുന്നില്ല. റെസിസ്റ്റൻസ് കൂടും തോറുമാണ് എനർജി ലോസ് അവിടെ പല രീതിയിൽ നടക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഹീറ്റ് ആയിട്ടൊക്കെ എക്സ്പെൽ ചെയ്യുന്നതൊക്കെ എന്താണ്, അവിടെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. പക്ഷെ ഇവിടെ റെസിസ്റ്റൻസ് 0 ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ എനർജി ലോസും ഇല്ല. അപ്പൊ അതിനായിരുന്നു നമ്മൾ സൂപ്പർ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ നടക്കുന്ന ആ ഒരു പ്രക്രിയനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന എല്ലാ സൂപ്പർ കണ്ടക്റ്റീവ് മെറ്റീരിയൽസും സൂപ്പർ കണ്ടക്ടിവിറ്റിനെ പറ്റിയാണ്. അപ്പൊ അവിടെ വന്ന പ്രധാനപ്പെട്ട ഒരു ടേം ആയിരുന്നു കൂപ്പർ പെയർ. ഈ കൂപ്പർ പെയർ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ കൂപ്പർ പെയർ എന്ന് പറയുമ്പോഴത്തേനും ഇലക്ട്രോൺ ഫോണോൺ ഇന്ററാക്ഷനെയാണ് നമ്മൾ ശരിക്കും കൂപ്പർ പെയർ എന്ന് പറയുന്നത്. സോ ഞാൻ അതൊന്നുകൂടെ പറയാം. നമ്മളത് പഠിക്കുന്ന ശരിക്കും ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിനയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ മെറ്റീരിയലിന്റെ അറ്റോമിക് ലെവലിലേക്ക് നമ്മൾ വരുവാണ്. നമുക്കറിയാം എല്ലാം മേഡപ്പ് ഓഫ് ആറ്റംസ് ആണല്ലോ. നമ്മൾ ആ ആറ്റം എടുത്തു, ആ ആറ്റത്തിൽ എന്തുണ്ട്, സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്, പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അതിന് ചുറ്റും എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഇലക്ട്രോൺ ലെവലിലേക്ക് എത്തി. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പൊ 2 ഇലക്ട്രോൺസ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, 2 ഇലക്ട്രോൺസ് അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് സിമിലർ ചാർജ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി അത് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന സൂപ്പർ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആണ്, ഒരു സൂപ്പർ കണ്ടക്ടർ ആണ്. അപ്പൊ ആ ഒരു സൂപ്പർ കണ്ടക്ടർ സ്റ്റേജില് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് ഒക്കെ പഠിച്ചായിരുന്നല്ലോ. നമ്മൾ ആ ഒരു XYZ വെച്ചിട്ട് ഒരു ആറ്റത്തിന്റെ ഒരു ഡയറക്ഷൻ പറയുന്നതൊക്കെ. അപ്പൊ ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ എന്തുണ്ട്, നിറച്ച് ഫോണോൺസ് ഉണ്ട്. അപ്പൊ ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ ആ ഒരു ഫോണോൺസ് കാരണം സൂപ്പർ കണ്ടക്ടർ സ്റ്റേജില് ഈ റിപ്പൽ നടക്കുന്നതിന്റെ പകരം എന്ത് സംഭവിക്കുന്നുണ്ട്, ഇത് തമ്മിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അട്രാക്ട് ചെയ്തിട്ട് അത് തമ്മിൽ ഒരു എന്താ പറയുക, ഒരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോ വെറും 2 ഇലക്ട്രോൺസിനെ മാത്രമേ എടുത്തുള്ളൂ. നമ്മൾ ആ ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ആറ്റംസ് ഉണ്ട്. ആറ്റത്തിന് ചുറ്റും ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഈ ഇലക്ട്രോൺസ് എല്ലാം തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു അട്രാക്ഷൻ വരുമ്പോഴത്തേന് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ഒരു പ്രത്യേക സ്റ്റേജ് എത്തുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ശരിക്കും ക്വാണ്ടം മെക്കാനിക്കൽ കൊഹിറന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് ആ ഒരു പേര് കേൾക്കുമ്പോൾ ഓർക്കുക, ക്വാണ്ടം മെക്കാനിക്കൽ കൊഹിറന്റ് സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ റിപ്പൾഷൻ നടക്കുന്നതിന്റെ പകരം അവിടുത്തെ ഇലക്ട്രോൺസ് എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അട്രാക്ട് ചെയ്ത് വരുമ്പോഴത്തേന് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ 3 ഫാക്ടേഴ്സ്. അതിലെ ഒരു ഫാക്ടർ ആയിരുന്നല്ലോ ഇൻഡ്യൂസ്ഡ് കറണ്ട്. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്താണ്, ഈ മെറ്റീരിയലിന്റെ അകത്ത് ഇത് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കറണ്ടാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. അപ്പൊ ആ കറണ്ട് അവിടെ ഉണ്ടാവുന്നില്ല. ആ കറണ്ട് അകത്ത് ഉള്ളത് കൊണ്ടായിരുന്നല്ലോ ഈ മാഗ്നറ്റിക് ഫീൽഡിനൊക്കെ ഇത് എക്സ്പെൽ. ഇത് ശ്രദ്ധിക്കുക, ഇതിന്റെ താഴെ നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇത് കണ്ടല്ലോ, എക്സ്പെൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന ഈ മെയ്സ്നർ എഫക്റ്റിന്റെ താഴെ കണ്ടോ, എക്സ്പെൽ
ഇത് കണ്ട എക്സ്പെൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടായിരുന്നു മാഗ്നറ്റിക് ഫീൽഡിനെ എക്സ്പെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് ഉള്ളത് കൊണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഇൻഡ്യൂസ്ഡ് കറന്റ് ഒട്ടുമേ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അതുകൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ മാഗ്നറ്റിക് ഫീൽഡിനെ ചെയ്യില്ല. ഇതാണ് ശരിക്കും ഈ കൂപ്പർ പെയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ പെയറിംഗ്, ഇലക്ട്രോൺ ഫോണോൺ ഇന്ററാക്ഷൻ ആണ് നമ്മൾ ശരിക്കും കൂപ്പർ പെയർസ് മീൻസ് പെയറിംഗ്. രണ്ട് തരത്തിലുള്ള ഇലക്ട്രോൺസ്, നമ്മൾ സ്പിൻ അപ്പോ സ്പിൻ ഡൗണും പറഞ്ഞല്ലോ, കണ്ടല്ലോ. ഈ ഇലക്ട്രോൺ പെയറിംഗ് ഫോണോൺസ്, ഈ ഇലക്ട്രോൺ ഫോണോൺ ഇന്ററാക്ഷൻ ആണ് നമ്മൾ ശരിക്കും കൂപ്പർ പെയർസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കൂപ്പർ ശരിക്കും കൂപ്പർ അവിടെ എങ്ങനെയാ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ബോസോൺസ് ഫെർമിയോൺസ് ഒക്കെ ഉണ്ട്, നമ്മൾ ഈ ന്യൂട്രോൺസും ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ഒക്കെ പോലെ തന്നെയാണ്. അപ്പൊ ഈ കൂപ്പർ ജോഡികൾ ശരിക്കും 2 ഫെർമിയോൺസ് ചേർന്ന് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ 2 ഫെർമിയോൺസ് ചേർന്ന് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അത് ബോസോൺ ആയും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവിടുത്തെ റിയാക്ഷൻസ് എല്ലാം ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഈ ശരിക്കും ഈ റിപ്പൽഷന്റെ പകരം അട്രാക്ഷൻ ഒക്കെ നടക്കുന്നത്. പിന്നെ ഈ കൂപ്പർ പെയർസിന്റെ മൊത്തത്തിലുള്ള മൂവ്മെന്റ് ഉണ്ടല്ലോ, അപ്പൊ ഈ ഇലക്ട്രോൺ സമന്വയത്തിന്റെ ഈ ഒരു ഫ്ലോ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ മൊത്തത്തിലുള്ള മൂവ്മെന്റും എന്താണ് ശരിക്കും ശൂന്യമാവുകയാണ്. കാരണം എന്താണ്? രണ്ടും ഒരേ ഡയറക്ഷൻ അല്ലല്ലോ. ഇത് നമ്മൾ സ്പിൻ അപ്പോ സ്പിൻ ഡൗണും പറഞ്ഞില്ലേ. അപ്പം ഈ രണ്ട് പേര് ശരിക്കും സെയിം ഡയറക്ഷനിലല്ല പോകുന്നത്. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ കൂപ്പർ പെയർസിന്റെ ഫുള്ളും എന്താണ് മൂവ്മെന്റ്സ് എന്താണ് ശരിക്കും ഒരു ശൂന്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് ഇതൊരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ക്രിയേറ്റ് ചെയ്യാത്തതും അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പെൽഷൻ നടക്കാതിരിക്കുന്നതും. അപ്പൊ നമ്മൾ ഇപ്പൊ ഇത്രയും പറഞ്ഞത് കൂപ്പർ പെയർസും പിന്നെ സൂപ്പർ കണ്ടക്ടിവിറ്റിയാണ്. ഇപ്പൊ കൂപ്പർ പെയർ ക്ലിയർ ആയോ? സബ്നയ്ക്ക് ക്ലിയർ ആയോ? അപ്പൊ ഇതിലെ ഈ പറഞ്ഞ പോലെ കുറച്ച് ടേംസ് പ്രധാനമായിട്ട് പറയുന്നത് ഇതൊക്കെയായിരുന്നു. ഇലക്ട്രോൺ പെയർ ഇന്ററാക്ഷൻ, ഇലക്ട്രോൺ ഫോണോൺ ഇന്ററാക്ഷൻ, അതിനെ നമ്മൾ കൂപ്പർ പെയർസ്, പിന്നെ സൂപ്പർ കണ്ടക്ടിവിറ്റി, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പൊ നമ്മൾ പാടുള്ള ടേംസ് എല്ലാം എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. BCS തിയറിയിലാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ എക്സ്പ്ലെയിൻസ് ദ എനർജി ഗ്യാപ്പ് ആൻഡ് സീറോ റെസിസ്റ്റൻസ്. സീറോ റെസിസ്റ്റൻസ് ഇപ്പൊ പറഞ്ഞില്ല, എനർജി ലോസ് ഒന്നും വരാത്തത്. എനർജി ഗ്യാപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഇൻസുലേറ്റേഴ്സിന്റെ ഇടയിലും പിന്നെ കണ്ടക്ടേഴ്സിന്റെ ഇടയിലൊക്കെയുള്ള എനർജി ഗ്യാപ്പ്, കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്. പിന്നെ ലണ്ടൻ ഇക്വേഷൻസ്. ലണ്ടൻ ഇക്വേഷന് ഈ BCS തിയറിയും ലണ്ടൻ ഇക്വേഷൻ ജോസഫ്സൺ എഫക്റ്റും ടണലിംഗ് ഒക്കെയാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ശരിക്കും സൂപ്പർ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ ഗിൻസ്ബർഗ് ലോന്റെ തിയറിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മുടെ സിലബസിൽ ഇല്ല. ഈ ഒരു പേര് ഒന്ന് ഫെമിലിയർ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ലണ്ടൻ ഇക്വേഷൻ 2 ഇക്വേഷൻ ആണ് വരുന്നത്, ഇലക്ട്രിക് ഫീൽഡും പിന്നെ നമ്മുടെ കറണ്ട് ഡെൻസിറ്റി ഒക്കെ വെച്ച്, പിന്നെ മാഗ്നറ്റിക് ഫീൽഡും ചാർജ് ഡെൻസിറ്റി ഒക്കെ വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ താഴെ പഠിക്കുന്നുണ്ട്. ശരിക്കും ലണ്ടൻ ഇക്വേഷൻസ് അതൊരു ലണ്ടൻ ഒരു സയന്റിസ്റ്റ് സൂപ്പർ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഫോം ചെയ്ത 2 ഇക്വേഷൻസ് ആണ്. അപ്പൊ ഇക്വേഷൻ നമ്മൾ താഴെ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു? ശരിക്കും ഈ ഒരു മേസ്റ്റർ എഫക്റ്റിന് ഇക്വേഷൻ വഴി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ ഒരു ഇക്വേഷൻ ശരിക്കും വന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ബിഹേവിയർ. കാരണം നമ്മൾ എന്താണ് ആ മെറ്റീരിയൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും കൊടുക്കുന്നുണ്ട് മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കുന്നുണ്ട്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അതിന്റെ ആ ഒരു സൂപ്പർ കണ്ടക്ടർ മെറ്റീരിയലിന്റെ ബിഹേവിയറിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ശരിക്കും നമ്മളിവിടെ പഠിക്കുന്നത്. പിന്നെ ഗിൻസ്ബർഗ് ലോന്റെ ഇക്വേഷൻ, ലോന്റെ തിയറി, ഇത് എന്തിനു വേണ്ടിയായിരുന്നു? നമ്മൾ ആ മാഗ്നറ്റിക് ഫ്ലക്സ് പെനിട്രേഷൻ അത് നമ്മൾ പഠിക്കുന്നുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്കറിയാലോ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്നു, പിന്നെ അത് പല ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ മൈസ്റ്റർ എഫക്റ്റിന് 2 ഫോട്ടോസ് കാണിക്കാം. അപ്പൊ ഇവിടെ എല്ലാം പറയുന്നത് ശരിക്കും ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലിനകത്ത് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡോ കൊടുക്കുമ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എങ്ങനെ അതിന്റെ അകത്ത് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്നു, അതുമൂലം എത്രമാത്രം മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫ്ലക്സ് പെനിട്രേഷൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മൾ ഇത് വരച്ച് കാണിക്കുന്ന പെന്ന് വർക്കിംഗ് അല്ല, നമ്മളൊരു മെറ്റീരിയൽ എടുത്തു അതിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോഴത്തേനും ആ ഒരു മെറ്റീരിയലിന്റെ അകത്തൂടെ തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു ഫ്ലക്സ് കയറി പോവോ അതോ ആ മെറ്റീരിയലിന്റെ പുറത്തൂടെ പോവോ. അപ്പൊ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന ആ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ്. പിന്നെ വരുന്നതായിരുന്നു ജോസഫ്സൺ എഫക്റ്റ്.
അതും അവിടെ വരുന്ന ടേംസ് ആണ്. സൂപ്പർ കറണ്ട് ഒക്കെ വരച്ച് പിന്നെ ഇൻസുലിൻ ഇതൊക്കെ നമ്മൾ അവസാനം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. സോ ഈ ഒരു തിയറി, ഈ 4 തിയറി ഓർത്തു വെക്കുക. ഈ 4 തിയറി എന്തിനു വേണ്ടിയായിരുന്നു? സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ബിഹേവിയർ സ്റ്റഡി നടത്താൻ വേണ്ടി ഫോം ചെയ്ത 4 തിയറീസ് ആണ്. BCS തിയറി, ലണ്ടൻ ഇക്വേഷൻ, ഗിൻസ്ബർഗ് ലാൻഡർ തിയറി, ജോസഫ്സൺ എഫക്റ്റ്. അപ്പൊ നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് BCS തിയറി, ലണ്ടൻ ഇക്വേഷൻ, ജോസഫ്സൺ എഫക്റ്റ് പഠിക്കാനുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ സൂപ്പർ കണ്ടക്ടേഴ്സ്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. അപ്പൊ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? മാക്സിമം സ്ട്രെങ്ത് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ ഓർക്കുക, നമ്മൾ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ് എടുക്കുന്നത്. നമ്മൾ പിന്നെ പല സ്ട്രെങ്തിലുള്ള, വീക്ക് ആയിട്ടും സ്ട്രോങ് ആയിട്ടും മോഡറേറ്റ് ആയിട്ടുള്ള പല സ്ട്രെങ്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആ മെറ്റീരിയലിലേക്ക്, സൂപ്പർ കണ്ടക്ടറിലേക്ക് കൊടുക്കുവാണ്. അപ്പൊ അത് കൊടുക്കുന്ന അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോ ഒക്കെ പഠിച്ചായിരുന്നല്ലോ. അപ്പൊ പലതിനും മാഗ്നറ്റും ആയിട്ടുള്ള റിയാക്ഷൻ പല രീതിയിലാണ് നടക്കുന്നത്. ചിലത് വീക്ക് ആയിട്ട് അട്രാക്ട് ചെയ്യും, ചിലത് എന്താണ് വീക്ക് ആയിട്ട് റിപ്പൽ ചെയ്യും, ചിലത് സ്ട്രോങ് അട്രാക്ഷൻ ആണ്. സോ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ എക്സ്റ്റേണലി കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസും അനുസരിച്ചാണ്. അപ്പൊ ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി നമ്മൾ എങ്ങനെ പറയും? അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആയ ആറ്റംസ്, അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ എല്ലാം അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, അവിടുത്തെ സ്പിൻ ക്വാണ്ടം മൊമെന്റും ഒക്കെ എങ്ങനെയാണ്, അത് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡ് സ്ട്രെങ്തിന് കൂടാതെ ഇതിന് വേറെ എന്ത് പ്രോപ്പർട്ടീസ് ഉണ്ട്? ആ ഒരു സൂപ്പർ കണ്ടക്ടിങ് ആ ഒരു സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ ആകുമ്പോഴാണ് ശരിക്കും അതൊരു എന്താണ് സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ആവുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ ടെമ്പറേച്ചർ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതൊരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ആയി മാറത്തുള്ളൂ. അപ്പൊ നമുക്ക് ആ ടെമ്പറേച്ചറിനെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ സാധിക്കും? ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണ് ടെമ്പറേച്ചർ മറ്റൊരു ഫാക്ടർ ആയിട്ട് വന്നത്. നമ്മൾ പ്രധാനമായിട്ട് 3 ഫാക്ടേഴ്സ് ആയിരുന്നല്ലോ പഠിച്ചത്. ഇൻഡ്യൂസ്ഡ് കറണ്ട്, അതിന്റെ അകത്ത് ഫോം ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട്. ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് ആയിരുന്നല്ലോ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടി കാരണം. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായിരുന്നു നമ്മൾ എടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്. പിന്നെ ഒരു ടൈമും കൂടെ ഉണ്ടായിരുന്നല്ലോ, 1 മിനിറ്റ്. പിന്നെ എന്തായിരുന്നു? നമ്മുടെ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും. ഓക്കെ, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് അതിന്റെ ഡെഫിനേഷൻ ആണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന് H വെച്ചിട്ടാണല്ലോ ഡിനോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്താണ് ശരിക്കും പറയുന്നത്? ഡിഫൈൻഡ് ആസ് ദ ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് വിച്ച് ദ ഗിബ്സ് ഫ്രീ എനർജി ഓഫ് ദ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ നോർമൽ സ്റ്റേറ്റ്. അപ്പൊ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്, അപ്പൊ ഒരു പർട്ടിക്കുലർ ശരിക്കും ഒരു നമ്മൾ സ്ട്രോങ് ആണോ വീക്ക് ആണോ മോഡറേറ്റ് ആണോ എന്നതിലുപരി നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ പറഞ്ഞ പോലെ തന്നെ ഓരോ മെറ്റീരിയലിനും ഓരോ പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോഴായിരിക്കും ഈ പറഞ്ഞ പോലെയുള്ള നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോഴാണല്ലോ ശരിക്കും അതിന് അറൌണ്ട് ആയിട്ട് ഒരു കറണ്ട് എല്ലാം ഫോം ചെയ്യുന്നത്. സോ അതെല്ലാം ഓരോ പർട്ടിക്കുലർ വാല്യൂസ് ആണ്. അതെല്ലാം ഓരോ മെറ്റീരിയലിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തും അല്ലെങ്കിൽ അവിടുത്തെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഈ മാഗ്നറ്റിക് ഫീൽഡിനോട് റിയാക്ട് ചെയ്യുന്നതും അതിന്റെ ഫ്ലക്സ് പാസ് ചെയ്യുന്നതും എല്ലാം നമ്മൾ ആ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫീൽഡ് സ്ട്രെങ്ത് അനുസരിച്ചാണ്. നെക്സ്റ്റ് വരുന്നത് ഇതൊരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്, ബിഹേവിയർ വിത്ത് ടെമ്പറേച്ചർ. ഇത് ശ്രദ്ധിക്കുക. ഈ HC എന്താണ്? HC നമ്മുടെ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അത് ടെമ്പറേച്ചറുമായിട്ട് നമ്മളെ ടെമ്പറേച്ചറുമായിട്ടുള്ള ഇത് റിലേഷൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഈ ഫസ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആൻഡ് ഡിഗ്രീസ് ആസ് ദ ടെമ്പറേച്ചർ അപ്രോച്ചസ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പൊ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേനും അവിടെ എന്ത് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്? ആ ഒരു ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ടെമ്പറേച്ചറിനനുസരിച്ച് കൂടുകയോ കുറയോ ചെയ്യുന്നുണ്ട്. അല്ലാതെ അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയല്ല. പക്ഷെ നമുക്കത് എങ്ങനെ ഇതിനെ ഡയറക്ട്ലി ആണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതോ ഇൻഡയറക്റ്റ് ആയിട്ടാണോ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതായത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുവാണോ അതോ കുറയുവാണോ നമുക്കറിയത്തില്ല. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ഡിഗ്രീസ് ആസ് ദ ടെമ്പറേച്ചർ അപ്രോച്ചസ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പൊ ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോഴത്തേനും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. ഈ ഒരു റിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ HC ആൻഡ് T. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പല രീതിയിൽ മാറ്റി കൊടുത്തിട്ട് നമ്മളോട് ചോദിക്കാം റിലേഷൻ ബിറ്റ്വീൻ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ടെമ്പറേച്ചർ ഈസ് ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കുക. അപ്പം ഇത് പല രീതിയിൽ മാറ്റി കൊടുക്കുക. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. HCT, പിന്നെ HC ഓഫ് 0, പിന്നെ ഓൾ ബ്രാക്കറ്റ് 1 - T² / TC². അപ്പം T എന്താണ്?
ആബ്സല്യൂട്ട് സീറോ, അത് ഫസ്റ്റ് ടി സീറോയും പിന്നെ ടി സി എന്താണ് അത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, അത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്. അത് ഒരു ഫിക്സ്ഡ് വാല്യൂ അല്ല, നമ്മൾ ഏത് മെറ്റീരിയൽ ആണോ എടുക്കുന്നത്, ഏത് കണ്ടക്ടർ ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഈ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഓവറോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്തിനെ പറ്റിയാണ് പറയുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ടെമ്പറേച്ചർ. അപ്പൊ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ, ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേനും അവിടെയുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ കുറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലൈന് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കൊണ്ട്? ടെമ്പറേച്ചറിനെയാണ് അത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷനിൽ പറഞ്ഞ ടേംസ് നമ്മൾ ഓൾറെഡി എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. H/C എന്താണ്? ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ ഫസ്റ്റ് ടി വരുന്നത് സീറോ, ആബ്സല്യൂട്ട് സീറോയെ വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ നമ്മുടെ T/C എന്താണ്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്. അത് ഓരോ മെറ്റീരിയലിന് അനുസരിച്ചിരിക്കും, അത് ഓരോ മെറ്റീരിയലിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ പറയുന്നത് ഈ നമ്മൾ പറഞ്ഞല്ലോ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞല്ലോ. അപ്പൊ ആ ക്രിട്ടിക്കൽ ഫീൽഡ് നമ്മള് ക്രിട്ടിക്കൽ ഫീൽഡിന്റെ വാല്യൂ കുറയുമ്പോഴും കൂടുമ്പോഴും ആ മെറ്റീരിയൽ എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നാണ് നോക്കുന്നത്. സോ ബിലോ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ആ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മേസർ എഫക്റ്റ് പറഞ്ഞായിരുന്നല്ലോ. മേസർ എഫക്റ്റ് എന്തായിരുന്നു? ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ സ്വയമേ അത് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? എക്സ്പെൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ശരിക്കും മേസർ എഫക്റ്റ് ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ നടക്കുന്നത് എപ്പോഴാണ്? ബിലോ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിലാണ് ആൻഡ് റിമെയിൻ സൂപ്പർ കണ്ടക്ടീവ്. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു നമ്മൾ ആ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ നമ്മൾ അതിലും താഴെ വരുമ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നുണ്ട്? മേസർ എഫക്റ്റ് നടക്കുന്നുണ്ട്. അപ്പൊ മേസർ എഫക്റ്റ് എന്താ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ എബോവില് എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എബോവ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ മെറ്റീരിയൽ ഒരു സൂപ്പർ കണ്ടക്ടർ അല്ല, പക്ഷെ അതിന് പകരമായിട്ട് ഒരു നോർമൽ കണ്ടക്ടർ, എല്ലാത്തിനെയും കണ്ടക്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ആണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ആണ്, നമ്മൾ എക്സ്റ്റേണലി എന്താണോ കൊടുക്കുന്നത് അതിനെ നോർമൽ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു നോർമൽ കണ്ടക്ടറില്ല. നമ്മൾ നോർമൽ നമുക്ക് മെറ്റൽ എന്ന് വേണേൽ പറയാം. അത് ഏത് രീതിയിലാവാം, ഓരോ മെറ്റലിന്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ചിരിക്കും. അതുപോലെ ദ മെറ്റീരിയൽ ഫീൽഡ് പെനിട്രേറ്റ്സ് ദ മെറ്റീരിയൽ കംപ്ലീറ്റ്ലി. അത് ഞാൻ ആ ഫിഗർ വെച്ചിട്ട് പറയാം. ഈ രണ്ടെണ്ണം ഓർത്ത് വെക്കുക. ബിലോ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ മേസർ എഫക്റ്റും, എബവ് ആണെങ്കിൽ എന്താണ്? ഇറ്റ്സ് ലൈക്ക് എ നോർമൽ കണ്ടക്ടർ. അതുപോലെ തന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് പെനിട്രേറ്റ്സ് ദ മെറ്റീരിയൽ കംപ്ലീറ്റ്ലി. അതായത് നമ്മളൊരു വരയ്ക്കാൻ പറ്റുന്നില്ല, പെന്ന് വർക്ക് ആവുന്നില്ല. ഒരു മെറ്റീരിയൽ എടുക്കുക, നമ്മളൊരു സൂപ്പർ കണ്ടക്ടിങ് അല്ല ഒരു മെറ്റീരിയൽ എടുത്തു, നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ആ മെറ്റീരിയലിന്റെ അകത്തൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ മാഗ്നറ്റിക് ഫീൽഡ് പെനിട്രേറ്റ്, അത് തുളച്ചു കയറി പോകുന്നുണ്ട്. അല്ലാതെ മാറിപ്പോകുന്നതല്ല. അങ്ങനെ മാറിപ്പോകുന്നതാണ് ശരിക്കും മേസർ എഫക്റ്റ് നടക്കുന്നത്. അത് ഞാൻ താഴെ രണ്ടൊന്ന് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് വെച്ചിട്ട് പറയാം. സോ പിന്നെ ഈ ഒരു ഇക്വേഷൻ എന്തിനാ വന്നിട്ടുണ്ടെങ്കിൽ എനർജി ഡിഫറൻസും ഒക്കെ വെച്ചിട്ട് വരുന്നതാണ്. ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന് ഇതുണ്ട്. ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. എനർജി സൂപ്പർ കണ്ടക്ടിങ് ആൻഡ് നോർമൽ സ്റ്റേറ്റ്സ്. നോർമൽ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മൾ ആ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എബവ് ആകുമ്പോഴത്തേനും അത് നോർമൽ കണ്ടക്ടർ ആവുന്നുണ്ടല്ലോ. സോ എനർജി ഡിഫറൻസ് പെർ യൂണിറ്റ് വോളിയം ഈസ് പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് ദ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇക്വേഷൻ ഒന്ന് നോക്കി വെച്ചാൽ മതി. ശരിക്കും ഈ ഡെൽറ്റ എഫ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അവിടുത്തെ ഫ്രീ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്സ്. അതായത് നമ്മൾ പറഞ്ഞു ബിലോ ആകുമ്പോഴത്തേനും അതെന്തായിരിക്കും? സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ തന്നെ ആയിരിക്കും. പക്ഷെ എബവ് ആകുമ്പോഴത്തേനും ആ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിനെ ബ്രേക്ക് ചെയ്ത് അതെന്താവുന്നുണ്ട്? ഒരു നോർമൽ കണ്ടക്ടർ ആവുന്നുണ്ട്. അപ്പൊ അത് തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കില്ല. അതായത് ഏത് ടെമ്പറേച്ചറിലാണ് അല്ലെങ്കിൽ എപ്പോഴാണ് അത് സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ആവുന്നത്, ഏത് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോഴാണ് ഈ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേജ് ബ്രേക്ക് ചെയ്ത ഒരു നോർമൽ കണ്ടക്ടർ ആവുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസിനാണ് നമ്മൾ ഈ ഡെൽറ്റ എഫ് വെച്ചിട്ട് പറയുന്നത്. പിന്നെ 8/μ നമുക്കറിയാലോ, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് 8.83 സംതിങ് വാല്യൂസ്, കോൺസ്റ്റന്റ് വാല്യൂ. പിന്നെ 8 കോൺസ്റ്റന്റ് ആണ്, പൈയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. സോ ഇതെന്താണ്? എനർജി ഡിഫറൻസ്. എന്ത് തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ്? ബിലോ HC ആകുമ്പോഴുള്ള ആ ഒരു സൂപ്പർ കണ്ടക്ടർ സ്റ്റേജും എബോവ് HC ആകുമ്പോഴുള്ള നോർമൽ കണ്ടക്ടർ ആ ഒരു സ്റ്റേജും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ എഫ് വെച്ചിട്ട് പറയുന്നത്. ആ ഡെൽറ്റ എഫും പിന്നെ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇവിടെയുള്ള ഈ ഇക്വേഷൻ കൊടുത്തതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് ഒന്ന് മറ്റൊന്നുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു
എന്ന് പറയാൻ വേണ്ടിയാണ് ഇക്വേഷൻസ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇക്വേഷൻ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, എഴുതി തന്നെ പഠിക്കുക. പിന്നെ അതുപോലെ ചിലപ്പോൾ ഈ ഒരു ടേം തന്നിട്ട് ഇതിന്റെ ഡെൽറ്റ എഫ് എന്താന്ന് വേണം ചോദിക്കുക. അപ്പൊ എന്താ ഡെൽറ്റ എഫ് എന്താണ്? ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ദ ഫ്രീ എനർജി. ഇതൊരു ഫ്രീ എനർജി ആണ്. പക്ഷെ അത് എന്തിന്റെ ഡെൽറ്റ മീൻസ് എന്തോ തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുവാണ്. എന്തിന്റെ ഡിഫറൻസ് ആയിരുന്നു? ഈ നമ്മുടെ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂസ് കൊടുക്കുമ്പോൾ അത് രണ്ട് സ്റ്റേജിലേക്ക് എത്തുന്നുണ്ട്. ഒന്ന് സൂപ്പർ കണ്ടക്ടീവ് സ്റ്റേജും ഒന്ന് അതിനെ ബ്രേക്ക് ചെയ്ത് നോർമൽ കണ്ടക്ടർ സ്റ്റേജിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡെൽറ്റ എഫ് വെച്ചിട്ട് പറയുന്നത്. ഓക്കെ.